ഇന്ന് രാജസ്ഥാൻ രീതിയിൽ മുളകച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. മുളകച്ചാറിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നാട്ടിൽ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ മുളകാണ്, വലിയ മുളക്. ഇതിനാണ് തീരെ എരിവില്ല. അപ്പോൾ ഈ മുളക് നമുക്ക് ആദ്യം തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആ മുളക് ഏകദേശം 1/2 കിലോയ്ക്ക് മേളിലുണ്ട്, 3/4 കിലോയോളം ഉണ്ട്. അത് ആദ്യം എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് നന്നായിട്ട് വെള്ളമായി ഒട്ടുമില്ലാതെ ഉണക്കിയെടുക്കണം. അതിന് ശേഷം നമ്മളിതൊന്ന് പൊളന്നെടുക്കണം. ഞാൻ കാണിക്കാം എങ്ങനെയാണ് പൊളന്നെടുക്കുന്നതെന്ന്. ആദ്യം കത്തി എടുത്തത് ഇതിൻ്റെ ഇങ്ങനെ തണ്ടൊക്കെ നമ്മൾ കളഞ്ഞിട്ട്, തണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് കീറി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തെ അരിയൊക്കെ നീക്കം ചെയ്ത് കളയാം. ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ അരിയെല്ലാം മാറി കിട്ടും. ഇല്ലെങ്കിൽ അറിയിട്ടില്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഒന്ന് അരിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ തണ്ട് നമ്മൾ മേളിലത്തെ മാറ്റി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് അങ്ങനെ അല്ലാതെയും വേണം എടുക്കാൻ. ഇനി തണ്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തണ്ട് മാറ്റി പൊളന്നെടുക്കാം. തണ്ട് മാറ്റാതെ ഇങ്ങനെ ഒന്ന് പൊളന്നെടുത്ത് ഒന്ന് തിരിച്ച് വെച്ച് തട്ടി കൊടുത്താൽ അതിലെ അരിയെല്ലാം പോയിക്കോളും. ഇനി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വെച്ച് വീണ്ടും തട്ടി കൊടുത്തു കഴിയുമ്പോൾ അരിയെല്ലാം മാറി. കണ്ടോ, അരിയെല്ലാം തെറിച്ച് പോകുന്നുണ്ട്. ഇതാ അരിയൊക്കെ ഒരുമാതിരിയൊക്കെ കുറച്ചൊക്കെ കാണുമല്ലോ. അരിയെല്ലാം തന്നെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കി മുളകെല്ലാം പൊളന്നെടുക്കണം. പൊളന്നെടുക്കട്ടെ. നമ്മുടെ മുളകെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട്, മുളകെല്ലാം ഇങ്ങനെ പൊളന്നാണ് എടുത്തിരിക്കുന്നത്. പൊളന്ന് അരിയും കളഞ്ഞ് എല്ലാം ഞാൻ പൊളന്നെടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കും അച്ചാർ ഇത്ര വലിയ വലിയ മുളകാണ് അച്ചാർ ഇടുന്നതെന്ന്. ഇത് മുറിച്ചിട്ടല്ല, നമ്മൾ ഇതിനകത്തേക്ക് മസാല നിറച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് കടുക്, പെരുംജീരകം, കറുത്ത ജീരകം, കലോഞ്ചി എന്ന് പറയും ഇവിടെ, ഇത് കറുത്ത ജീരകമാണ്. പിന്നെ ഉലുവ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര സാധനം മതിയാകും ഇതിന്. ഇതെല്ലാം നമ്മളൊന്ന് പൊടിച്ചെടുക്കും. ഇങ്ങനെ തന്നെ പൊടിച്ചെടുത്താൽ പച്ച ചുവയ്ക്കത്തില്ലേ എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കിത് ചൂടാക്കിയെടുക്കാം. ആദ്യം എണ്ണ ഉപയോഗിക്കാതെ ആദ്യം ഈ ഉലുവ തന്നെ ഒരു പാനിലേക്കിട്ട് ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മസാല എല്ലാം പൊടിച്ചെടുത്തു. മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പും മഞ്ഞളും പൊടിച്ചില്ല കേട്ടോ. ബാക്കി 4 സാധനങ്ങൾ നമ്മുടെ കറുത്ത ജീരകം, കരിജീരകം, ഉലുവ, പെരുംജീരകം, കടുക്, ഈ സാധനങ്ങളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പൗഡറാക്കണ്ട, ചെറിയ തരി ആയിട്ടുണ്ടോ. ഇതിനകത്ത് ഉലുവയൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ചിലതൊക്കെ ഇത് ഉലുവായ, കറുത്ത ജീരകം, അതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. കുറച്ചൊക്കെ കാണാൻ കുഴപ്പമില്ല. നല്ല നേർത്ത് പൊടിയായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ മഞ്ഞളും ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കറക്കി, ഒരു സെക്കൻഡ് നേരം ഒന്നുകൂടെ കറക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ മുളകിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്പൂണിലെടുത്ത്, ഒട്ടും നനവ് കയ്യിലോ മുളകിലോ ഒന്നും ഒരു നനവും ഉണ്ടാകരുത്. ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കാണാം, ഇങ്ങനെ ഫില്ല് ചെയ്ത് 2 സ്പൂണൊക്കെ മതിയാവും ഒരെണ്ണത്തിൽ. പിന്നെ അതിൻ്റെ വലിപ്പം അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ വരും. ഇങ്ങനെ ഒരുപാട് നിറച്ച് ഫില്ല് ചെയ്യരുത്, പിന്നെ അത് കൂടി ഇരിക്കത്തില്ല. അതുകൊണ്ടൊന്ന് ഒരു 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ അടുത്ത മുളകും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണിട്ട്, നല്ല സാമാന്യം വലിപ്പമുള്ള മുളകാണ്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ നിറച്ചു. അതൊന്ന് നന്നായി പരത്തി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് ഇത് അടഞ്ഞിരിക്കത്തില്ല. ഇനി ഇത് ഇങ്ങനെ തുറന്നിരിക്കും. ഇങ്ങനെ വീണ്ടും ഞാനത് വെച്ചു. പിന്നെ അങ്ങനെ ഓരോ മുളക്, നമ്മളെല്ലാ മുളകും അങ്ങനെ നിറയ്ക്കണം. നമ്മൾ പൊടിച്ച് വെച്ച പൗഡർ ഒരു ഇത്രയും മുളകിനകത്ത്
നിറയ്ക്കാനത് അളവ് ഞാൻ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് പറയാതിരുന്നത്. നമ്മൾ ഓരോ സാധനം 50 ഗ്രാം വെച്ചാണ് എടുത്തത്. അപ്പോൾ 4 സാധനം പൊടിച്ച് വരുമ്പോൾ നമുക്കൊരു 200 ഗ്രാമോളം പൊടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും നിറച്ചെടുത്തു. ഇത് മുളകാണ്, എരിവില്ലാത്ത മുളകാണ്. ഇനി ഇതിൽ എരിവ് വേണം എന്നുള്ളവർക്ക് ഒരു ശകലം മുളക് പൊടിയോ കാശ്മീരി ചില്ലിയോ കൂടി ചേർക്കാവുന്നതാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. നിറച്ച് വെച്ച് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കുവാണ്. ഒരു 100 ml എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിൽ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. എണ്ണ ചൂടോടെ ഒഴിക്കരുത്. ഇത് നമുക്ക് വീണ്ടും തണുപ്പിക്കണം. തണുപ്പിച്ച ശേഷമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് തണുക്കാൻ വെക്കുകയാണ്. എണ്ണ ഒരു പാതി തണുക്കുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഒരു ശകലം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ പകുതി തണുത്ത് കഴിഞ്ഞിട്ടേ കായപ്പൊടി ഇടാവുള്ളൂ, അല്ലെങ്കിൽ കായപ്പൊടി കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണ ബാക്കി നന്നായിട്ട് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചൂടാക്കിയ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു ചൂടുണ്ട് എണ്ണയ്ക്ക്. എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിങ്ങനെ തന്നെ ഇനി ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. അതായത് നമ്മൾ ഒരു വിനാഗിരി പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒന്ന് ചെറുതായിട്ട് വിനാഗിരി കൂടി ഒന്ന് ചൂടാക്കിയ ശേഷം ഞാനിപ്പോൾ ഇത്രയും മുളകിലേക്ക് ഒരു ചെറിയ തവിക്ക് ഒരു തവി ചൂടാക്കിക്കൊണ്ട് വരാം. ചൂടാക്കിയ ശേഷം തണുപ്പിച്ച വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരി ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ നീര് ഒഴിക്കാം. വിനാഗിരിയുടെ ഒരു കുത്തലുണ്ടല്ലോ, അതിഷ്ടമില്ല വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നാരങ്ങ നീരാകുമ്പോൾ അത് കുറച്ച് കാലം ഇരിക്കില്ല, പെട്ടെന്ന് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിനാഗിരി ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. ഇതിനി അനക്കാതെ ഒരു ദിവസത്തേനങ്ങ് അനക്കാതെ എവിടെ വെക്കുക. ഇപ്പോൾ ഒരു തുണി കൊണ്ട് മൂടിയോ അല്ലെങ്കിൽ ഒരു നന്നായി തണുത്ത ശേഷം, ഇനി എണ്ണ ഒഴിക്കുമ്പോൾ ചൂടോടെയാണ് ഒഴിക്കുന്നതെങ്കിൽ എണ്ണ തണുത്തതിന് ശേഷം മാത്രം ഒരു മൂടി കൊണ്ട് അടച്ച് അനക്കാതെ വെക്കുക.